എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ്. ഈ ഒരു PCBയിൽ മോട്ടറൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഇല്ലറ്റ് എടുക്കുന്നില്ല, ഡ്രെയിൻ മോട്ടറൊന്നും വർക്ക് ചെയ്യുന്നില്ല, യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് മോട്ടർ എടുക്കാത്തത്, ഇല്ലറ്റ് എടുക്കാത്തത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്കിതിലൂടെ നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതിന് സെപ്പറേറ്റ് വരുന്ന ഒരു പവർ സപ്ലൈ ഉണ്ടാവും. ആ പവർ സപ്ലൈക്ക് ഈ ഒരു പോർട്ടിൽ നിന്നാണ് സപ്ലൈ പോകുന്നത്. ഈ ഒരു പോർട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഔട്ട്പുട്ട് 12 വോൾട്ട് 5 വോൾട്ടും നേരെ ഈ ഒരു സോക്കറ്റിലോട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പവർ സപ്ലൈ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ കേബിള്. ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കേബിളാണിത്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ പവർ കൊടുത്തു. ഈ ഒരു സൈഡിലും ഇത് പവർ ഔട്ടാണ്. ഓക്കെ, ഇത് നമ്മൾ 12 വോൾട്ട് ഇവിടെ വരും ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇത് നമ്മുടെ സെൻസറും ഡോർ സ്വിച്ചിൻ്റെ കണക്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് പവർ കൊടുക്കാം. പവർ കൊടുക്കേണ്ടത് ഈ ഒരു പിന്നിൻ്റെ ഈ ഒന്നും രണ്ടാമത്തെ പിന്നിൽ പവർ കൊടുക്കുക. ഒന്ന് ആദ്യത്തെ പിന്നിൽ, ഒന്ന് രണ്ടാമത്തെ പിന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സപ്ലൈ കൊടുക്കാം. ഞാൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓണാണ്. ഇനി ഇവിടുത്തെ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് നമുക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓണായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാം. ഇത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ശബ്ദമല്ല വരേണ്ടത്. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബസറിൻ്റെ ശബ്ദം വേറൊരു രീതിയിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ സീറോ ക്രോസിങ്ങിൻ്റെ ആ ഒരു വോൾട്ടേജ് കറക്റ്റായിട്ട് നമുക്ക് പ്രോസസ്സറിന് കിട്ടുന്നില്ല. അപ്പോൾ സീറോ ക്രോസിങ് വോൾട്ടേജ് പ്രോസസ്സറിന് കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് ഇതിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത്. രണ്ട് കാരണങ്ങൾ കൊണ്ട് സീറോ ക്രോസിങ്ങിൻ്റെ വോൾട്ടേജ് വരാതിരിക്കുക മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു റിലേ ഉണ്ടാവും, ഈ ഒരു നീല കളർ ഇരിക്കുന്നത്. ഈ റിലേ വർക്ക് ചെയ്തില്ലെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ ഒരു കണക്ഷനിൽ ഒരു റെസിസ്റ്റൻസ് സെറ്റ് ഒരു ഒപ്റ്റോ കപ്ലറിൽ കൊടുത്തിരിക്കും. ആ ഒപ്റ്റോ കപ്ലറിലോ ആ റെസിസ്റ്റൻസിലോ അതിൻ്റെ ട്രാക്കിലോ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിലും ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യത്തില്ല. പിന്നെ വരുന്നത് ഈ ഒരു സർക്യൂട്ടിനകത്ത് ഒരു PF ഉണ്ട് ക്രോസ് ആയിട്ട്. ആ PF ഷോർട്ട് ഉണ്ടെങ്കിലും ഈ ഒരു സർക്യൂട്ട് ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ ഒരു റിലേ ആണ്. ഈ റിലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പവർ സപ്ലൈ പോർട്ടിൽ നമ്മളൊരു ബൾബ് കണക്ഷൻ കൊടുക്കുകയാണ്. ഈ ബൾബിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഈ റിലേ വഴി കയറി ഇറങ്ങി വരുന്ന കോമൺ ഔട്ട് എന്ന് പറയും. ഈ കോമൺ ഔട്ടും ഇതിനകത്ത് കോമൺ ഔട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, ആ ലൈറ്റ് കത്തുന്നുണ്ട്. അതായത് റിലേ കുഴപ്പമില്ല, റിലേ ആക്റ്റീവാണ്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സീറോ ക്രോസിങ് വോൾട്ടേജ് സർക്യൂട്ടാണ്. ആ സീറോ ക്രോസിങ് സർക്യൂട്ട് വരണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് ഇത്രയും ആ ഒരു ഏരിയ മാത്രമായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഒപ്റ്റോ കപ്ലർ, ഈ ഒരു ഒപ്റ്റോ കപ്ലറാണ് സീറോ ക്രോസിങ്ങിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രലിൽ നിന്ന് ഒരു ഫേസിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അത് ഈ റെസിസ്റ്റൻസ് ഇതൊരു 100K റെസിസ്റ്റൻസ് ആണ്, 1 വാട്ടിൻ്റെ. ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വന്നിട്ട് ഈ ഒപ്റ്റോ കപ്ലറിൽ കയറി ഇറങ്ങി നേരെ ഈ ഒരു ഡയോഡിൽ വരും. ഈ ഒരു ഡയോഡ് ആണ് നമ്മുടെ ഈ റിലേ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇതുവഴി ന്യൂട്രൽ കടന്നു വരികയും ഇവിടെ ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ആവുകയും ഈ ഒരു ഒപ്റ്റോ കപ്ലർ വർക്ക് ചെയ്ത് ഇതിനകത്തോട്ട് നമ്മുടെ പ്രോസസ്സറിന് സീറോ ക്രോസിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കണക്ഷൻ ഇതിൽ കൂടുതലും ഈ പ്രിൻ്റ് ബ്രേക്ക് ആവാനാണ് സാധ്യത. പ്രിൻ്റ് ബ്രേക്ക് ആയിട്ടാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു ഒപ്റ്റോ കപ്ലറിൽ ഈ ഡയോഡുമായിട്ടുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഒപ്റ്റോ കപ്ലർ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു PF ഉണ്ടാവും. ഈ PF കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും
ഈ ഒരു സീറോ ക്രോസിങ് നടക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ഓംസ് മോഡിലിടുക. ഓംസ് മോഡിലിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ 99.1 അതായത് 100K വാല്യൂ കിട്ടുന്നുണ്ട്. അത് കറക്റ്റാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഓക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കണം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് ബസർ മോഡിലിടാം. ബസർ മോഡിലിട്ടിട്ട് ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ ഒന്നാമത്തെ പിന്നും ഈ ഒരു ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡുമായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റിയും റെസിസ്റ്റൻസ് കറക്റ്റാണ്, കണ്ടിന്യൂറ്റിയും എല്ലാം ഉണ്ട്. എന്നിട്ട് നമുക്കിവിടെ ആ ഒരു സീറോ ക്രോസിങ്ങിൻ്റെ ആ ഒരു കറക്റ്റ് ഫങ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. ഈ കപ്പാസിറ്ററിൽ ഷോർട്ടിങ് ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഓക്കെ, നമുക്ക് ഈ കപ്പാസിറ്റർ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അതായത് 49 ഓംസിലാണ് 48 ഓംസിലാണ് ഈ ഒരു കപ്പാസിറ്റർ കാണിക്കുന്നത്. അത് ഈ ഒപ്റ്റോ കപ്ലറിൽ ഷോർട്ട് ഉണ്ടെങ്കിലും ഈ കപ്പാസിറ്റർ ഷോർട്ട് ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ ഈ കപ്പാസിറ്ററിനകത്തുനിന്ന് അഴിച്ചെടുക്കുകയാണ്. ഓക്കെ, ഞാൻ കപ്പാസിറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഷോർട്ട് അവിടെ ഇല്ല. ഇതൊരു PF കപ്പാസിറ്ററാണ്. ഇതിൻ്റെ ഷോർട്ടിങ് നോക്കാം. ഈ കപ്പാസിറ്റർ ഹീറ്റ് ആയതിനു ശേഷം ഇപ്പോൾ ഷോർട്ടിങ് കാണിക്കുന്നില്ല. നേരത്തെ നമുക്കിവിടെ 48 ഷോർട്ടിങ് ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ 48 ഓംസ് ഷോർട്ടിങ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ ഇല്ലാതെ തന്നെ നമുക്കൊന്ന് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പ്രശ്നം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇനി സ്റ്റാർട്ട് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ DC ഡോർ സ്വിച്ചിൻ്റെ എറർ വന്നിട്ടുണ്ട്. നേരത്തെ ആ സൈഡിൽ നമ്മൾ നോക്കിയപ്പോൾ ആ സീറോ ക്രോസിങ്ങിൻ്റെ അവിടെ ആ ഒരു 48 ഓംസ് ഷോർട്ടിങ് വന്നതുകൊണ്ടിട്ടായിരുന്നു അവിടെ ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവാതെ നമുക്ക് ഈ ഒരു പ്രശ്നം വന്നത്. ഇപ്പോൾ അത് ഓക്കെ, നമ്മൾ ആ കപ്പാസിറ്റർ അഴിച്ചെടുത്ത സമയത്ത് അവിടെ ചൂടായതുകൊണ്ടിട്ട് ആ ഷോർട്ടിങ് മാറിയതാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ ആ കപ്പാസിറ്ററാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒപ്റ്റോ കപ്ലറാണ്. എന്തായാലും ഞാൻ രണ്ടും മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അത് രണ്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു ഒപ്റ്റോ കപ്ലറും ആ കപ്പാസിറ്ററും പുതിയതിടുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രശ്നം തീർന്നു. അപ്പോൾ ഇതേ കണക്ക് എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഇത് റിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.